നിക്ഷേപത്തിന് സാധ്യമായ എല്ലാ വഴികളും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിൽ ഭൂമി ദൌർലഭ്യം യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുത്തു. സംരംഭം തുടങ്ങാൻ ചുവപ്പ് നാട തടസ്സമാകരുതെന്നും ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. High priority has been given to providing uninterrupted power supply by expediting the completion of power highways. Kerala is a state without power cuts. With a high density of population, land is a scarce resource in Kerala. But in the budget presented on February 7th, 2025, in the State Assembly, the government has declared that no investor coming to the state will need to return without investing for the reason of non-availability of land. Government will take special initiatives to make required land available to them. We have a scheme of land pooling for making the same available for prospective investors. കേരളത്തിന് പിന്തുണയുമായി ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രിമാർ. കേരളത്തിൽ നിക്ഷേപിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആഹ്വാനം ചെയ്തു. കേരളത്തിൽ നടപ്പാക്കുന്ന ദേശീയപാത വികസനത്തിന്റെ വിശദാംശങ്ങളും ഗഡ്കരി പ്രഖ്യാപിച്ചു. 50,000 കോടിയുടെ 31 പദ്ധതികളാണ് നടപ്പാക്കുന്നത്. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് 10,000 കോടി, തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടി, അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും നീക്കിവെക്കുമെന്ന് മന്ത്രി അറിയിച്ചു. As a Minister of Road Transport, I am really happy that today already in Kerala we have completed the project costing more than 20,000 crores. And at the same time, the projects which are in the process, the ongoing project, the cost is 60,000 crore. And at the same time, I am very happy to announce some new project for Kerala by taking the chance of this conference. സിൽവർ ലൈൻ സംസ്ഥാനത്തിന് നേട്ടമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. പദ്ധതി അനിശ്ചിതത്വത്തിൽ തുടരുമ്പോൾ കേന്ദ്രമന്ത്രിയുടെ പരാമർശം ശ്രദ്ധേയമായി. കേരളത്തിൽ നിക്ഷേപിക്കാൻ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഗോയൽ പറഞ്ഞു. പാർലമെന്റേറിയൻ എന്ന നിലയിൽ പി രാജീവിന്റെ മികവിനെ ഗോയൽ പുകഴ്ത്തി. And I would say my brother, Mr. P. Rajiv, Honorable Minister for Industries, Law and Coir, that when Mr. P. Rajiv was an honorable member of parliament in the Rajya Sabha, along with me, and in the initial period we were both in the opposition together, I can say on record that he was one of the finest parliamentarians I have come across in my life. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. കേരളം നന്നായി മാറിയെന്നും നല്ല നിക്ഷേപം കൊണ്ടുവരാൻ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കഴിയുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് മനോരമ ന്യൂസിനോട്. കാറ്റഗറി 1 റെഡ് യെല്ലോ സംരംഭങ്ങൾക്ക് തദ്ദേശ അനുമതി വേണം എന്നതിൽ ആശങ്ക വേണ്ടെന്നും അനുമതിക്ക് നടപടിക്രമങ്ങൾ പാലിച്ചാൽ മതിയെന്നും വ്യവസായ മന്ത്രി. നമ്മൾ നന്നായി മാറിയിരിക്കുന്നു. നമുക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും. കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലമായി നടത്തിയിട്ടുള്ള കുറേയേറെ ശ്രമങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ഇനി തൊഴിൽ തേടി അധികം പുറത്തേക്ക് അലയേണ്ടി വരില്ല. അങ്ങോട്ട് പോയവർക്ക് വരെ തിരിച്ചു വരാനുള്ള ഒരു അവസരങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. സാധാരണ നമ്മൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് റെഡ് കാറ്റഗറി കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് നേരെ MSME തുടങ്ങാമെന്ന് റെഡ് കാറ്റഗറി അതിനകത്ത് വിടുന്നില്ല. എന്തായാലും കേരളത്തിലെ ഞങ്ങൾ എല്ലാ വകുപ്പും ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. നല്ല തീരുമാനങ്ങളാണ് LSC എടുത്തത്. റവന്യൂ വകുപ്പും ഇതുപോലെ കുറേയേറെ തീരുമാനങ്ങൾ എത്തിയിരുന്നു. KSEB അവരും കുറേ തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വി ആർ വർക്കിംഗ് ആസ് എ ടീം.